ഹലോ, ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ വന്നതേ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട്ടേക്കും അതുപോലെ തന്നെ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്കും പോകുന്നതിനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരുന്നതിനായിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകുന്നതിനായിട്ട് ഏകദേശം ഒരു 10 മണിക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ 9 മണിക്ക് നെടുമങ്ങാട് നിന്ന് തിരിച്ചാൽ മതിയാവും നേരത്തെ. ഇപ്പോഴാണെങ്കിലോ അതൊരു 8:30 മണിക്കെങ്കിലും ഏകദേശം അരമണിക്കൂർ മുൻപേ തിരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, കരകുളം മുതൽ കെൽട്രോൺ ജംഗ്ഷൻ വരെയുള്ള ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ഒരു തടസ്സം ഇപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ അധികാരികളുടെയും നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ ഒരു ഡൈവേർഷൻ വരുത്തിയിട്ടുള്ളത് വാളിക്കോട് നിന്ന് വാളിക്കോട് നിന്ന് വട്ടപ്പാറ വഴി തിരുവനന്തപുരത്തേക്ക് പോകാം. അതല്ലെങ്കിൽ വാളിക്കോട് നിന്ന് ഒരു 100-150 മീറ്റർ ആ പാലം കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് തിരിഞ്ഞ് കുമ്മിപ്പള്ളി മുല്ലശ്ശേരി വഴി കരകുളം DPMS ആശുപത്രിയുടെ അവിടെ എത്തിച്ചേരത്തക്ക രീതിയിലുള്ള ഒരു ഡൈവേർഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ എട്ടാങ്കല്ലി ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇരുമ്പ, കാച്ചാണി അല്ലെങ്കിൽ നെട്ടയം വഴി കറങ്ങി വഴയില, അതല്ലെങ്കിൽ കരകുളം, അങ്ങനെ ഒരു വഴിയാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇതിനിടയിൽ ഒരു ഷോർട്ട് കട്ടുണ്ട്. ആ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇപ്പോഴും പലരും ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഷോർട്ട് കട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്കെച്ച് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്കെച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതുവഴി നിങ്ങൾക്ക് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നെടുമങ്ങാട് നിന്ന് വാളിക്കോട് എത്തിയാൽ പിന്നെ നമ്മൾ വട്ടപ്പാറ വഴി, അതായത് മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കേശവാസുപുരം, ഉള്ളൂരൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുവഴി പോകുന്നതായിരിക്കും. ശ്രീകാര്യം, കഴക്കൂട്ടം ഒക്കെ പോകുന്നവർക്ക് ഇതുവഴി പോകുന്നതായിരിക്കും എളുപ്പം. അതേസമയം തിരുവനന്തപുരത്തേക്ക് നമ്മുടെ പേരൂർക്കട എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അത് വാളിക്കോട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 200 മീറ്റർ കഴിഞ്ഞ് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് കുമ്മിപ്പള്ളി വഴി നേരെ മുല്ലശ്ശേരി വഴിയുള്ള വഴിയാണ് DPMSൻ്റെ അവിടെയാണ് വന്നിറങ്ങുന്നത്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു വഴി. മറ്റൊരു വഴി 4 വീലർ ഉൾപ്പെടെയുള്ളവ കെൽട്രോൺ ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇരുമ്പ നമുക്കറിയാം, ഇരുമ്പ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അരുവിക്കരയോട്ട് പോകാം. നമുക്ക് ഇതുവഴി വേണമെങ്കിൽ അരുവിക്കര ചെന്നിട്ട് വേണമെങ്കിലും ഇരുമ്പയിലെത്തി അതുവഴി പോകാം. ഇരുമ്പ, കാച്ചാണി നേരെ കരകുളം ജംഗ്ഷനിൽ, അതല്ലെങ്കിൽ നേരെ കാച്ചാണി നെട്ടയം വഴി നേരെ വഴയിലയിൽ എത്തിച്ചേരാൻ പറ്റും. എന്നാൽ ഈ 2 വീലർ അതുപോലെ തന്നെ 4 വീലറൊക്കെ കാറിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പത്തിൽ അറിയാതെ തന്നെ, ഇപ്പം ഞാൻ സത്യത്തിൽ 2 ദിവസത്തിന് മുമ്പ് നേരെ കെൽട്രോൺ, ഓർമ്മിക്കാതെയാണ് എത്തിയത്, കെൽട്രോൺ ജംഗ്ഷനിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പേരൂർക്കട അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് എത്തേണ്ടത്. ഇതുവഴി കറങ്ങി പോകണമെന്ന് വീണ്ടും ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുവഴി പോയാലും ആവും, ഇതുവഴി കറങ്ങി ഇതിലേ പോയാലും ആവും, മുല്ലശ്ശേരി വഴി പോയാലും ആവും. അതേസമയം ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു. അവിടെയുള്ള ആ പ്രദേശവാസികളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ഭൂമിശാസ്ത്രവും ഒക്കെ അറിയാമല്ലോ. അങ്ങനെ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ ലോക മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, പുതുതായിട്ട് ആരംഭിച്ചാണ്. അതുവഴി ഈ റോഡേ കയറി നേരെ നമുക്ക് പോകുമ്പോൾ കിഴക്കേല ജംഗ്ഷൻ, അവിടെ നിന്ന് ഇത് കുമ്മിപ്പള്ളിയുടെ അവിടെ നിന്ന് വരുന്ന റോഡുണ്ട്, ആ റോഡ് നേരെ കിഴക്കേല ജംഗ്ഷനിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് കിഴക്കേല ക്ഷേത്രം. അങ്ങോട്ട് പോകണ്ട, തിരികെ നമ്മൾ ആ റോഡ് നേരെ പോയി ബ്രഹ്മാസ് ഫാമുണ്ട്, ആ ഫാം വഴി ആ റോഡെ നേരെ വന്നിറങ്ങുന്നത് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ മുല്ലശ്ശേരി വഴി കറങ്ങിപ്പോകുന്നതിനേക്കാളും അതുപോലെ തന്നെ ഇരുമ്പ, കാച്ചാണി, നെട്ടയം വഴി കറങ്ങിപ്പോകുന്നതിനേക്കാളും ഏകദേശം അരമണിക്കൂർ നമുക്ക് ലാഭിക്കാൻ പറ്റും. റോഡ് ഒരല്പം മോശമാണ് എങ്കിലും നമുക്ക് 2 വീലർ ആയാലും 4 വീലർ ആയാലും ഇതുവഴി ഇവിടെ എത്തിച്ചേരാൻ പറ്റും. മറ്റൊരു വഴി എന്ന് പറയുന്നത് ബൈക്കിൽ മാത്രമാണെങ്കിൽ വളരെ മോശമാണ്. പൈപ്പ് ലൈൻ റോഡാണ്. ഈ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ഈ പൈപ്പ് ലൈൻ റോഡ് വഴി കയറി പോയാൽ നമുക്ക് 2 വീലറിൽ റോഡ് മോശമാണ്. അത് വീണ്ടും പറയാണ്. കാര്യം പൈപ്പ് ലൈന് വേണ്ടി അവർ റോഡ് ക്ലിയർ ആക്കുന്നതിന് വേണ്ടി JCB ഉപയോഗിച്ച് വെട്ടിക്കളച്ചപ്പോൾ മൊത്തം കുണ്ടും കുഴിയായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് നേരെ കരകുളത്ത് ചെന്നിറങ്ങും. പിന്നെ മറ്റൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ്, ഇത് വളരെ എളുപ്പമെന്നാണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ തന്നെ ഈ വഴിയുടെ ഒരു സ്ട്രക്ചർ എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുട്ടുവും പ്രവീണും ഒക്കെ പറഞ്ഞു തന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ജിതിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ജിതിൻ അവിടെ ഈ കെൽട്രോണിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഷോർട്ട് കട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഇവിടെ, അതായത് ഇരുമ്പയിലോട്ട് വരുന്ന വഴി ഒരു 100 മീറ്റർ വരുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും റൈറ്റിലോട്ട് തിരിഞ്ഞ് പ്ലാവിള വഴി മയിലാടുംപാറ വഴി കരകുളം നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ എത്തിച്ചേരാൻ പറ്റും.
അതും 4 വീലർ 2 വീലർ ഉൾപ്പെടെയുള്ളവ ഇത്തിരി കയറ്റവും ഇറക്കമൊക്കെ ആണെങ്കിൽ റോഡ് മോശമല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ പോകാവുന്ന 3 വഴികൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിനായിട്ടാണ്. ഒന്ന്, ഈ പൈപ്പ് ലൈൻ റോഡ് വഴി 2 വീലർ മാത്രമേ പോകാവൂ, അവിടെ 4 വീലർ പോകാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ പ്ലാവിള മയിലാടുംപാറ വഴി കരവളം സൊസൈറ്റിയുടെ അവിടെ ഇറങ്ങാം. മറ്റൊന്നെന്ന് പറയുന്നത് ഈ കെൽട്രോൺ ജംഗ്ഷൻ വഴി ഈ ലോക മെഡിസിറ്റിയുടെ ആ റോഡ് നേരെ കയറി കിഴക്കേല ബ്രഹ്മാസ് ഫാം വഴി നേരെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ ഇറങ്ങാം. അതല്ലെങ്കിൽ മറ്റൊരു വഴി കൂടി പറയാം. വാളിക്കോട് എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വാളിക്കോട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. വാളിക്കോട് നിന്ന് നേരെ കുമ്മിപ്പള്ളി ജംഗ്ഷൻ, കുമ്മിപ്പള്ളിയിൽ നിന്ന് നേരെ നമുക്ക് ഇവിടെ കിഴക്കേല വഴി ബ്രഹ്മാസ് ഫാം വഴി നേരെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ എത്താൻ കഴിയും. എന്തായാലും ഈ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഈ വഴികൾ പ്രേക്ഷകർ ഉപയോഗപ്പെടുത്തും എന്ന് കരുതിയാണ്. പലർക്കും അറിയില്ല, അറിയാത്തത് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണ്. പലരും ഇപ്പോഴും പലയിടങ്ങളിലും കിടന്ന്, അതായത് തപ്പിത്തടയുക, അതല്ലെങ്കിൽ വളരെ ദൂരത്തിൽ സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും വന്നത്. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി വഴി അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഊടുവഴികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.